സുഹൃത്തുക്കളെ, ഞാൻ പാപ്പനംകോടൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിക്കകത്ത് വീടുകൾ വരികയാണെങ്കിൽ പറയണമെന്ന്. അങ്ങനെ ഒരു വീട് കാരക്കോണ്ടകത്ത് വന്നിട്ടുണ്ട്. ആ വീട് നമുക്കൊന്ന് കാണാം. ഓണർ സ്വന്തമായിട്ട് മേൽനോട്ടം വഹിച്ച് ചെയ്ത ഒരു 3 വർഷം പഴക്കമുള്ള ഒരു വീട് സെയിലിന് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരെ ലോറി സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൂടെയാണ് ലോറി പാസ്സാകുന്നത്. ലോറി വരുന്ന വഴിയാണത്. അപ്പോൾ പറയുന്ന ഫ്രണ്ട് ഗേറ്റ് ഇതാണ്. ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇത്രയും സ്പേസോട് കൂടിയാണ് ഫ്രണ്ടേജ് വരുന്നത്. ഫ്രണ്ട് ഇൻ്റർലോക്കൊക്കെ വരുന്നത്. 2 കാറുകൾ വേണമെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. 1650 സ്ക്വയർ ഫീറ്റിൽ 2 BHKയിൽ വരുന്ന അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ. ഫ്രണ്ടേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫ്രണ്ടേജ് ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസിൽ വരുന്ന ഒരു വീടാണ്. അപ്പോൾ കിഴക്ക് ദർശനമായിട്ട് വരുന്ന നല്ല വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ച വീടാണ്. അപ്പോൾ ഇതാ ഫ്രണ്ടിലൊരു കിണർ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, കറക്റ്റായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ റോഡും വഴിയും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. 2 കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊരു പോർച്ച് ഉണ്ട്. ഫ്രണ്ടിലായാലും 2 വണ്ടികൾ കൊണ്ട് ഇടാൻ പറ്റും. ആ ഒരു സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. നല്ല ലോങ് ആയിട്ട് അത്യാവശ്യം ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഹാൻഡ് റെയിലൊക്കെ നല്ല രീതിക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വീട് റേറ്റിന് കൊടുത്ത് ചെയ്യിപ്പിച്ചല്ല കേട്ടോ. ഓണർ ഡയറക്റ്റ് നിന്ന് ചെയ്യിപ്പിച്ച വീടാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലെ മെയിൻ ഡോറാണ്. പ്ലാവിൻ്റെ ഡോറാണ്. അത്യാവശ്യം സൈസുള്ള ഡോറാണ്. അപ്പോൾ അത് തുറന്ന് നമുക്ക് ഹാളിലേക്ക് കയറാം. 1650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിയൊരു വീടാണ് കേട്ടോ. ഇതിൻ്റെ ഹാള് തന്നെ നോക്കി, ഇത്രയും വലിയൊരു ഹാളാണ്. ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇവിടെ തന്നെ കുട്ടികൾക്ക് ഒരു സൈക്കിൾ ചവിട്ടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതുപോലെ 2 BHKയിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ മെഡിക്കൽ കോളേജ് സ്റ്റാഫാണ്. പുള്ളിക്കാരൻ്റെ മക്കളും എല്ലാം സ്കൂൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം വെച്ച വീട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അത്രയും ബിൽഡായിട്ട് അവർ പറഞ്ഞു അത്രയും നല്ല ക്വാളിറ്റിയോടെ എനിക്ക് താമസിക്കാൻ വേണ്ടി വെച്ച വീടാണെന്ന്. അപ്പോൾ ഇത്രയും വലിയ ഹാളും ഡൈനിങ് സ്പേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റൂമാണ്. ആ റൂമും അത്യാവശ്യം വലിയ ഹെവി സൈസ് റൂമാണ് കേട്ടോ. വലിയ സൈസിലുള്ള റൂമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമേ ഉള്ളൂ. ഒന്ന് താഴെയും ഒന്ന് മുകളിലുമാണ്. അപ്പം നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലത്തെ നിലയിൽ ഇവിടെ നല്ല ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കുള്ള സ്റ്റെയർ ആണ്. സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ വരുമ്പോൾ നല്ല വിശാലമായിട്ടൊരു ഹാളാണ് കേട്ടോ. താഴത്തേൻ്റെ അത്രയും വരത്തില്ലെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ഹാളാണിത്. ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമിലേക്കാണ് എൻട്രി. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം വലിയ സൈസുള്ള, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റൂമുകളും ഹാളും എല്ലാം ഹെവി സൈസാണ് കേട്ടോ. ബാത്റൂം ഉൾപ്പെടെ വലിയ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ പറയുന്ന 2 BHK 1650 സ്ക്വയർ ഫീറ്റിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുതായിരിക്കണം. ഇടുങ്ങിയ റൂമുകളൊന്നുമില്ല, ഇടുങ്ങിയ ഹാളല്ല, ഇടുങ്ങിയ ഡൈനിങ് ഹാളല്ല. അതുപോലെ തന്നെ കിച്ചണും എല്ലാം വലിയ സ്പേസോട് കൂടിയതാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലാണെങ്കിൽ നല്ല രീതിക്കുള്ള വലിയൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിക്കുള്ളൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു കിച്ചണാണ്. അപ്പോൾ കബോർഡ് വർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസോട് കൂടിയ ഒരു കിച്ചണാണ് കേട്ടോ. 5 സെൻറ്റിൽ വരുന്ന 1650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ 62 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 8 കിലോമീറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്പാനൂർ എത്തിച്ചേരാൻ പറ്റും. 8 കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് പോലും വേണ്ട. അത്രയും എളുപ്പം എന്നുള്ള ആക്സസ് ആണ് കേട്ടോ. ഇവിടുന്ന് ഹൈവേ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. ഇപ്പോൾ കാരക്കമുണ്ടാകത്തെ സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സിറ്റിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള സ്ഥലവും ഈ പറയുന്ന പാപ്പനംകോട് കാരക്കമുണ്ടം ഭാഗത്താണ്. അപ്പോൾ ഈ 5 സെൻറ്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.